അമേരിക്കയിലെ ഖനികളിൽ, ഖനി എന്ന് പറഞ്ഞാല് കല്ല് വെട്ടുന്ന വഴി, അതുപോലെ കൽക്കരി വലിച്ചെടുക്കുന്ന സ്ഥലം, ഇതാണ് ഖനി എന്ന് പറയുന്നത്. ഖനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ വെൽഡിങ്ങിന്റെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കട്ടിയുള്ള വസ്ത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ജീൻസ്. അത് പള്ളിയിൽ പോകുവിടാനുള്ള സാധനം അല്ല. അതിട്ട നിസ്കാരം ശരിയാകൂല എന്നില്ല. ഞങ്ങൾ മാന്യമായ ഡ്രസ്സല്ല. അപ്പൊ ഈ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങുമ്പോൾ ജീൻസ് വാങ്ങൂല എന്നെല്ലാവരും പ്രതിജ്ഞ എടുക്കണം. റെഡിയുള്ളൊരു കാര്യം ആരും വാങ്ങരുത്. രണ്ടാമത്, പാൻസ് വാങ്ങുന്ന ആളുകൾ ആ ഷോപ്പില് ഒരു ട്രയൽ റൂം ഉണ്ടാകും. പാൻസ് ഇട്ട് നോക്കണം, പൊക്കിൽ മറയുന്നുണ്ടോ എന്ന് നോക്കണം. പൊക്കിൽ മറയുന്നില്ല എങ്കിൽ പാൻസ് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഷോപ്പിൽ 100 ആളുകൾ കയറി മുസ്ലിമിന് പറ്റിയ ഡ്രസ്സൊന്നുമില്ലേ എന്ന് ചോദിച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കണം. അപ്പൊ അടുത്ത പെരുന്നാളാകുമ്പോൾ മുസ്ലിമിന് പറ്റിയ വസ്ത്രങ്ങൾ ഷോപ്പുകളിൽ വരും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആവശ്യമില്ലാത്തവരും പോയിട്ട് എടുത്തിട്ട് എന്ത് പൊക്കിൽ മറയില്ല, വേണ്ട, മുസ്ലിമിന് പറ്റിയ ഡ്രസ്സല്ല, ഇസ്ലാമിക് ഡ്രസ്സല്ല എന്ന് പറയണം. അതൊരു ഇബാദത്താണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു 100 ഷഹീദ്. 100 ഷഹീദിന്റെ കൂലി കിട്ടും. അങ്ങനെയുള്ള ആ സാംസ്കാരിക പ്രവർത്തനങ്ങളെ വർജിക്കുകയും ദീനിയായ സംസ്കാരം നമ്മൾ നിലനിർത്തുകയും ചെയ്താൽ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ പരിപാടി കഴിയുന്നതിനിടയ്ക്ക് പല പ്രതിജ്ഞകളും എടുക്കാനുണ്ട്. അള്ളാഹു എടുത്ത പ്രതിജ്ഞകൾ നടപ്പിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് കുടുംബത്തിലും നാട്ടിലും വീട്ടിലും എല്ലാ സ്ഥലത്തും നടപ്പിലാക്കണം. ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാൾ കഴിഞ്ഞാല് ജീൻസ് വിൽപ്പനയുടെ ഒരു റിബേറ്റ് കച്ചവടം വരും. കാരണം ഇതൊക്കെ ചെലവാകാതെ അവിടെ കെട്ടിക്കിടക്കും. അപ്പൊ വില കുറച്ച് വിൽക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ലേബേഴ്സിനും ബംഗാളികൾക്കും മറ്റുമൊക്കെ സിമന്റിന്റെ പണിയെടുക്കുന്നവർക്കൊക്കെ കുറഞ്ഞ വിലക്ക് വാങ്ങാൻ സാധിക്കും. അല്ലാഹു തആല ഇസ്ലാമിക സംസ്കാരത്തെ വളർത്താനും നിലനിർത്താനും പ്രചോദിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നസീഹത്ത്